ഇന്ത്യ വേഴ്സസ് ഇറാൻ മത്സരം ഇന്ത്യ പരാജയപ്പെട്ടു, കാര്യമൊക്കെ ശരി തന്നെ. പക്ഷെ ഇതാണ് കളി, ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ആ കളി, ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ടീം ഇന്ത്യ. ഹായ് ഓൾ ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ടു നെറ്റ്വർക്ക്. അങ്ങനെ ഇറാൻ വേഴ്സസ് ഇന്ത്യ മത്സരം എല്ലാവരും കണ്ടു കാണുമല്ലോ. ശരിക്കും ഒരു ഇന്ത്യൻ ഫുട്ബോൾ ആരാധകനെ സംബന്ധിച്ച് ഭയങ്കര ഹാപ്പിനെസ് നൽകുന്ന ഒരു മത്സരമായിരുന്നു, ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു മത്സരമായിരുന്നു. നമ്മൾ കഴിഞ്ഞ തജാക്കിസ്ഥാനുമായിട്ടുള്ള മത്സരത്തിന് ശേഷം ടീം ഇന്ത്യയെ ഒരുപാട് വിമർശിച്ചുകൊണ്ടിട്ടാണ് നെറ്റ്മാർക്ക് സ്പോർട്സിൽ വീഡിയോ ചെയ്തിരുന്നത്. അതിൽ വിമർശിച്ചതിന്റെ കാരണങ്ങളെല്ലാം ആ വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ വീഡിയോ നമ്മൾ ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ചെയ്യുന്നത്. കളി നമ്മൾ പരാജയപ്പെട്ടു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, കഴിഞ്ഞ വീഡിയോയിൽ എന്നല്ല നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്ന കാര്യമുണ്ട്. ഗോൾ അടിക്കുക അല്ലെങ്കിൽ വിജയിക്കുക എന്നത് മാത്രമല്ല ഫുട്ബോൾ എന്നൊരു കാര്യം കൂടിയുണ്ട്. അപ്പോ ഇന്ന് നമ്മൾ കഴിഞ്ഞ കളിയിൽ നമ്മൾ വിജയിച്ചിട്ടും നമ്മൾ വിമർശിച്ചു. പക്ഷെ ഇന്ന് നമ്മൾ ഭയങ്കര സന്തോഷത്തിലാണ്. പക്ഷെ കളി നമ്മൾ പരാജയപ്പെടുകയും ചെയ്തു. പക്ഷെ നമ്മൾ സന്തോഷത്തിലാണ്, കാരണം ഇന്ത്യയുടെ ഇന്നത്തെ പെർഫോമൻസ് അത്ര സ്പെഷ്യലാണ്. ഒരു ഇന്ത്യൻ ഫുട്ബോൾ ആരാധകനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഇന്ത്യയുടെ പെർഫോമൻസ് അത്ര ഗംഭീരമായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഡിഫൻസീവ് ഫുട്ബോളാണ് കളിച്ചത്, ഡിഫൻസ് ചെയ്താണ് കളിച്ചത്. ഡിഫൻസ് അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാണ് അവിടെ? 133ാമത്തെ റാങ്കിലുള്ള ഇന്ത്യ, അത് വേൾഡ് ഫുട്ബോൾ റാങ്കിങ്ങിൽ, അതായത് ഫിഫ റാങ്കിങ്ങിൽ 133ാമതുള്ള ഇന്ത്യ ഫിഫ റാങ്കിങ്ങിൽ 20ാമതുള്ള ഇറാനെ പിടിച്ചു കെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയ കാര്യമൊന്നുമല്ല. അപ്പോ ഏഷ്യൻ റാങ്കിങ് എടുത്ത് നോക്കിയാൽ 2ാം സ്ഥാനത്താണുള്ളത്. റെഗുലറായി ഫിഫ വേൾഡ് കപ്പ് കളിക്കുന്ന ടീമാണ് ഇറാൻ. അപ്പൊ ആ ഇറാനെ ഇന്ന് ഇന്ത്യ ഇങ്ങനെ പിടിച്ചു കെട്ടിയിരിക്കുന്നു. അപ്പോ ഇതിന്റെ ഫുൾ ക്രെഡിറ്റ് നമുക്ക് കൊടുക്കേണ്ടത് നമ്മുടെ മാനേജർ ഖാലിദ് ജമീൽ തന്നെയാണ്. കാരണം ആള് കുറെ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്, ആള് ചെയ്തു തുടങ്ങിയിരിക്കുന്നു, ആൾ എന്തൊക്കെയോ ചെയ്യാൻ പോകുന്നു, നമുക്ക് ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്നു. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു കാര്യം എന്നുള്ളത്. കളി തോറ്റോ ജയിച്ചോ എന്നുള്ളതല്ല, പ്രതീക്ഷകൾ, ഹോപ്പ്. ഇന്ത്യൻ ടീം ഒരു ഹോപ്പ് നമുക്ക് തന്നിരിക്കുന്നു. കുറെ നാളുകൾക്ക് ശേഷമാണ് ഇന്ത്യയുടെ നല്ലൊരു മത്സരം കാണുന്നത്. ഏകദേശം ഒരു എന്താ പറയാ, കുറെ വർഷങ്ങളായി, കുറെ നാളായി ഇന്ത്യയുടെ നല്ലൊരു മത്സരം കണ്ടിട്ട്. പക്ഷെ ഇന്ന് സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഫസ്റ്റ് ഹാഫിനെ പറ്റി പറയുമ്പോൾ എന്താ ഇപ്പൊ പറയാ, അസാധ്യ പെർഫോമൻസ്. കാരണം ഞാൻ സാധാരണ ഇപ്പം കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഇന്ത്യയുടെ മത്സരം കാണുമ്പോൾ നമ്മളിങ്ങനെ എന്തായി തീരുമെന്നോ നമ്മൾ ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയിട്ടാണ് കളി കാണാൻ തന്നെ ഇരിക്കുന്നത്. സ്ക്വാഡ് ആണെങ്കിലും അല്ലെങ്കിൽ എല്ലാം നോക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയോ കുറെ പേര് വന്ന് കുറെ ഫേവറേറ്റിസം പരിപാടി, കളിക്കുന്നില്ല, കലമ്പ്, നമ്മൾ മേടിക്ക്, ഓരോ ഗോളൊക്കെ കിട്ടുമ്പോൾ മേടിക്ക് എന്നുള്ള ഒരു മെന്റാലിറ്റിയിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇന്ന് കളി തുടങ്ങിയപ്പോഴേ, എന്നാലും നമ്മൾ കളി മിസ് ചെയ്യാറില്ല. കളി തുടങ്ങുമ്പോൾ ഞാനിങ്ങനെ ഇറാനുമായിട്ടാണ് കളിക്കുന്നത്, തജാക്കിസ്ഥാനായിട്ടുള്ള കളി നമ്മൾ കണ്ടതാണ്. അപ്പോ ഇറാനുമായിട്ട് എന്തായി തീരും ദൈവമേ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോ എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന പഴയ ഫയർ തിരിച്ചു വന്നു. കാരണം ഞാൻ പിന്നീട് എന്റെ ആലോചന, ദൈവമേ അടിക്കല്ലേ, ഇവരെ കൊണ്ട് ഒരെണ്ണം പോലും അടിപ്പിക്കാതെ കളിക്കണം. കാരണം ആദ്യത്തെ 10 മിനിറ്റിൽ തന്നെ നമുക്ക് മനസ്സിലായി ഇന്ത്യ എന്താണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അവരെ ഇറാനെ പിടിച്ച് കെട്ടാൻ തന്നെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. കാരണം ആദ്യത്തെ 10 മിനിറ്റിലൊക്കെ ഭയങ്കര എനിക്ക് ഏറ്റവും ഫീൽ ചെയ്ത് ഭയങ്കര ഡിസിപ്ലിൻ ആയിട്ടാണ് ഇന്ന് കളിച്ചത്. ഭയങ്കര ഡിസിപ്ലിൻ. ഖാലിദ് ജമീൽ എന്ന മനുഷ്യൻ ഇന്ത്യയുടെ നാഷണൽ സ്ക്വാഡിൽ പക്ക ഒരു ഡിസിപ്ലിൻ ആയിട്ടുള്ള പരിപാടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നു. അപ്പോൾ ഭയങ്കര ഡിസിപ്ലിൻ ആയിട്ട് ഡിഫൻസ് ആണെങ്കിലും മിഡ് ആണെങ്കിലും ഒക്കെ പക്ക ഭയങ്കര അടിപൊളിയായിരുന്നു. ഇറാനെ അങ്ങോട്ട് വിടുന്നില്ല, ഇറാനെ ഇങ്ങനെ പിടിച്ച് കെട്ടി വെച്ചേക്കുന്ന ഒരു പരിപാടിയായിരുന്നു ഇന്ന്. അപ്പോൾ നമുക്ക് അത് കണ്ടപ്പോൾ മനസ്സിലായി, ഡിഫൻസ് ചെയ്ത് കളിക്കാൻ ഓക്കെ, അതാണ് നല്ലത്. ഇറാനുമായിട്ട് ഡിഫൻസ് ചെയ്ത് തന്നെയാണ് കളിക്കേണ്ടത്, അതാണ് ശരി. പിന്നെ ഫസ്റ്റ് 11 ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരുന്നു. ഡാനിഷ് ഫറൂഖ് ഫസ്റ്റ് 11 വരുന്നു. അതൊക്കെ ഭയങ്കര പുതിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ ഭയങ്കര ഹാപ്പി. ഫസ്റ്റ് ഹാഫിൽ ഇറാനെ അനക്കാതെ ഇന്ത്യ കളിച്ചു എന്നുള്ളത് ഭയങ്കര സന്തോഷം നൽകുന്ന കാര്യമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോൾ സെക്കൻഡ് ഹാഫും അതേപടി തന്നെ കളിക്കുന്നുണ്ട്. എന്നാ നമുക്ക് അവസരം കിട്ടുന്ന സമയത്ത് നമ്മളൊരു അങ്ങോട്ട് റണ്ണൊക്കെ നടത്തി നോക്കുന്നുണ്ട്. പക്ഷെ ഒന്നും നടക്കുന്നില്ല. അതിന്റെ കാരണം ഞാൻ പറയാം. അപ്പോ നമുക്കൊരു 60ാമത്തെ മിനിറ്റിൽ 59 60 മിനിറ്റിലാണ് നമുക്ക് ഫസ്റ്റ് ഗോൾ നമ്മൾ കൺസീഡ് ചെയ്യുന്നത്. ശരിക്കും അനാവശ്യമായി നമ്മൾ കൺസീഡ് ചെയ്തൊരു ഗോളാണത്. നമ്മൾ കൺസീഡ് ചെയ്യേണ്ട ഒരു ഗോളേ ആയിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് എന്റെ അഭിപ്രായം. രാഹുൽ ബേക്കെ കുറച്ചുകൂടിയൊക്കെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ആ ഗോൾ ഒഴിവാക്കാൻ കഴിയുന്ന ഒരു സാധനമായിരുന്നു. പക്ഷെ എന്തോ നിർഭാഗ്യവശാൽ നമുക്ക് ആ ഗോൾ വഴങ്ങേണ്ടി വരുന്നു. പിന്നീടും കളി അടിപൊളിയായിട്ട് തന്നെയാണ് പോകുന്നത്. അതേപടി തന്നെ കളിച്ചുകൊണ്ടിരുന്ന ആ ഒരു ഗോൾ കിട്ടിയെങ്കിലും അതിൽ നിന്നും പതറാതെ ടീം വീണ്ടും മുമ്പോട്ട് മികച്ച പെർഫോമൻസ് തന്നെ കാഴ്ചവെക്കുന്നു. പിന്നീട് കുറച്ചുകൂടി നമ്മൾ ഒരു ഗോൾ കൺസീഡ് ചെയ്ത് നിൽക്കുകയാണല്ലോ, പിന്നെ കുറച്ച് ഗോൾ അടിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നു. കുറച്ചൊക്കെ അറ്റാക്കിങ്ങിലേക്ക് പോകുന്നു. അവിടെ ജിതിൻ MS എന്ന താരം ഇങ്ങെത്തുന്നു. ശരിക്കും പറയാം, ഇന്നത്തെ മത്സരത്തിലെ ഏറ്റവും മികച്ച താരം ജിതിൻ MS തന്നെയാണ്. ജിതിൻ MS വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഇന്ത്യയുടെ അറ്റാക്കിംഗ് എന്ന് പറയുന്ന സാധനം ഒന്ന് മൂർച്ച കൂടി. പലതവണ ബോൾ ബോക്സിലെത്തി. ജിതിൻ MS ആളുടെ കുറച്ച് ഇൻഡിവിജ്വൽ സ്കിൽസ് യൂസ് ചെയ്യുന്നു. അപ്പോൾ
എനിക്ക് അതുകൂടി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ആഷിഖിനേക്കാളൊക്കെ ഫാർ 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 ബെറ്റർ ആണ് ഈ ജിതിൻ എം എസ് എന്നതായിരുന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ആഷിഖിനോട് എനിക്കിപ്പോ വലിയ താല്പര്യമൊന്നുമില്ല. കാരണം ആഷിഖൊക്കെ ഭയങ്കര സ്ലോ ആയതുപോലെ തോന്നുന്നുണ്ട്. ആഷിഖൊന്നും കാലിൽ ബോൾ ഹോൾഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആഷിഖൊക്കെ എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷെ ജിതിൻ എം എസിന്റെ ഇന്നത്തെ കളി നോക്കൂ. ജിതിൻ എം എസ് വന്നിട്ട് എനിക്കെതിരെ കളിക്കുന്നത് ഇറാനാണ് എന്നുള്ള മെന്റാലിറ്റിയിൽ ഒന്നല്ല കളിക്കുന്നത്. അത് ഞാനടാ ജിതിൻ എം എസ് ആണ് എന്നുള്ള മെന്റാലിറ്റിയിലാണ് ജിതിൻ എം എസ് ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നത്. എന്റെ ടീമിനെ ജയിപ്പിക്കണം, കളിക്കണം, അല്ലാതെ ഞാൻ ഇവരെ പേടിച്ച് നിൽക്കേണ്ട ആളല്ല, ഞാൻ കളി ജയിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് എന്ന മെന്റാലിറ്റിയിലായിരുന്നു ജിതിൻ എം എസ് കളിച്ചത്. ആ മെന്റാലിറ്റിയിൽ കളിക്കുന്ന പ്ലേയേഴ്സ് സ്കോഡിലേക്ക് വരണം. കാലിൽ കുറച്ചു നേരം ബോളൊക്കെ വെച്ച് ആളുകളെയൊക്കെ നോക്കി തലയൊക്കെ ഒന്ന് പൊക്കി നോക്കി ക്രിയേറ്റീവായി പാസ് വെക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള പ്ലേയേഴ്സ് വരണം. കാലിൽ ബോൾ ഹോൾഡ് ചെയ്യുന്നില്ല എന്നുള്ളത് ഇന്ത്യൻ ടീമിന്റെ വലിയൊരു നെഗറ്റീവാണ് കേട്ടോ. ആരും തന്നെ ബോൾ ഹോൾഡ് ചെയ്യുന്നില്ല. ശരിയാണ്, ഇറാനുമായിട്ട് കളിക്കുമ്പോൾ നമ്മൾ മാക്സിമം ക്ലിയർ ചെയ്ത് തന്നെ കളിക്കണം, ശരിയാണ്. പക്ഷെ എന്നാലും ക്ലിയർ ചെയ്യാതെ പാസ് ഇടാൻ ഓപ്ഷൻ ഉള്ള പല ബോളുകൾ പോലും ക്ലിയർ ചെയ്ത് കളയുന്ന ഒരു പ്രവണത നമ്മൾ മത്സരങ്ങളിൽ ഇന്നത്തെ മത്സരത്തിൽ നമ്മൾ കുറെ കണ്ടു. അതിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ആ ബോൾ എടുത്ത് ഹോൾഡ് ചെയ്ത് നല്ല ബെറ്റർ ഓപ്ഷൻസ് നോക്കി വെക്കാനുള്ള പാസ് ഇടാനുള്ള സമയവും സന്ദർഭവും കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ട്. എന്നാലും ചുമ്മാ ക്ലിയർ ചെയ്ത് കളയുന്ന കുറെ സംഭവം നമ്മൾ കണ്ടു. പിന്നെ ഇറാനുമായിട്ടായിരുന്നു കളി, അതുകൊണ്ട് നമ്മൾ അതിനെ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്നാലും ജിതിൻ എം.എസിന്റെ കളി കണ്ടപ്പോൾ നമുക്ക് ബെറ്റർ ആയിട്ട് കളിക്കാൻ കഴിയും, വളരെ ബെറ്റർ ആയിട്ട് കളിക്കാൻ കഴിയും. അപ്പം ജിതിൻ എം.എസിനെയൊക്കെ പോലെ ഇപ്പം നമുക്ക് പറയാനാണെങ്കിൽ സഹല് അതേപോലെ വിപിൻ, കോറോ, ഐമൻ, പണ്ട് നമ്മുടെ പൂട്ടിയ, ഇങ്ങനെയൊക്കെയുള്ള പ്ലേയേഴ്സ് ഉണ്ട്. കാലിൽ ബോൾ വെച്ച് ഹോൾഡ് ചെയ്ത്, എന്നാൽ ഒരു പ്ലെയർ ഒക്കെ ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ അവനെ ഒന്ന് കട്ട് ചെയ്ത് അടുത്ത പ്ലെയറിനെ നോക്കി അവന് ക്രിയേറ്റീവായി പാസ് വെക്കാൻ, എന്നുവെച്ചാൽ ബോൾ ഒന്ന് ഹോൾഡ് ചെയ്ത് പാസ് കളിക്കാനൊക്കെ ആയിട്ടുള്ള ടാലന്റ് ഉള്ള പ്ലേയേഴ്സിനെ നമ്മൾ ടീമിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നത് ആഷിഖിനെയൊക്കെ ഒഴിവാക്കാനുള്ള സമയം ആയി എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. അങ്ങനെ പല പ്ലേയേഴ്സിനെ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് നമുക്ക്. ഈ പറഞ്ഞ രാഹുൽ ബേക്കയൊക്കെ ഒഴിവാക്കേണ്ട സമയം എപ്പോഴേ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്തായാലും സത്യം പറഞ്ഞാൽ ഖാലിദ് ജമീലിൽ ഞാൻ കുറെ ഹോപ്പ് ചെയ്യുന്നുണ്ട്, കുറെ വിശ്വാസം ചെലുത്തുന്നു. കാരണം ആള് പുതിയതായി എന്തൊക്കെയോ ചെയ്യും എന്നൊരു തോന്നൽ വന്നിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് മാച്ച് നമുക്ക് വരുന്നത് 4-ാം തീയതിയാണ്, സെപ്റ്റംബർ 4-ാം തീയതി 5:30 തന്നെയാണ് മത്സരം. അപ്പൊ അത് അഫ്ഗാനിസ്ഥാനുമായിട്ടാണ്. കമ്പാരിറ്റീവ്ലി നമുക്ക് വിജയ സാധ്യത ഉള്ള ഒരു മത്സരമാണത്. അപ്പം ജിതിൻ എം.എസിനൊക്കെ കൂടുതൽ ടൈം കൊടുക്കുക. ജിതിൻ എം.എസിനൊക്കെ കൂടുതൽ ടൈം കൊടുത്തു കഴിഞ്ഞാൽ കുറെ കൂടെ ബെറ്റർ റിസൾട്ട് ഉണ്ടാക്കാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് വിശ്വാസം. അപ്പം ശരിക്കും പറഞ്ഞാൽ അവസാനം ആയപ്പോഴത്തേക്ക് നമ്മൾ കൂടുതൽ അറ്റാക്കിങ്ങിലേക്ക് പോയി. അപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് അറിയാവുന്ന കാര്യമാണ്, അറ്റാക്കിങ്ങിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ബാക്ക് പൊട്ടുമെന്നും ഒക്കെ അറിയാവുന്ന. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പ്രതീക്ഷ സാധനം തന്നെയാണ്. ഞാൻ 2 അടിക്കുമെന്ന് വിചാരിച്ചില്ല, പക്ഷെ ഒരു ഗോളോടെ ഞാൻ വിചാരിച്ചാണ് ഒന്നുകൂടെ മിക്കവാറും ഇപ്പൊ കിട്ടും. കാരണം നമ്മൾ അറ്റാക്കിങ്ങിന് പോയേക്കാണ്. അപ്പം ശരിക്കും 2 ഗോൾ നമ്മൾ കൺസീഡ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കര ഹാർട്ട് ബ്രേക്കിംഗ് ആയിരുന്നു, ഭയങ്കര വിഷമം വന്നു. കാരണം പക്ഷെ ആരെയും നമുക്ക് കുറ്റം പറയാനോ അല്ലെങ്കിൽ ആരെയും നമ്മൾ ദേഷ്യം കാണിക്കാനോ ഒന്നും നമുക്ക് ആ സമയത്ത് തോന്നിയില്ല. നമുക്ക് ടീമിനോട് ഭയങ്കര സ്നേഹമാണ് ആ സമയത്ത് തോന്നിയത്. കാരണം അവര് നന്നായി കഷ്ടപ്പെട്ടു. ഇറാനെ പോലെ ഒരു ടീമിനെയാണ് അവര് 90 മിനിറ്റോടെ പിടിച്ചു കിട്ടിയത്. അപ്പോ ഇറാനെ സംബന്ധിച്ച് ഇതൊരു തോൽവി തന്നെയാണ്. ഇറാൻ ഇതൊരു വലിയ വിജയമാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. വലിയൊരു ആഹ്ലാദത്തിന് ഒന്നിനും ഒരു ഹോപ്പില്ല അവർക്ക്. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ച് ഇതൊരു വലിയ വിജയകരമായ ഒരു മത്സരം തന്നെ ആയിരുന്നു. അപ്പൊ ഇന്ത്യയുടെ കുറെ നാളത്തെ മത്സരങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര ബെറ്റർ ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു. അപ്പോൾ നമുക്ക് ISL നിന്ന് കുറച്ചുകൂടി ബെറ്റർ പ്ലേയേഴ്സിനെ നാഷണൽ സ്ക്വാഡിലേക്ക് കൊണ്ടുവന്നിരുന്നെങ്കിൽ വളരെ ബെറ്റർ ആയിരുന്നു. എനിക്ക് ഹരിതമൻ അതൊക്കെ ചെയ്യും എന്ന് വിചാരിക്കുന്നു, ചെയ്താൽ വളരെ നല്ലതായിരിക്കും. ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ മത്സരം ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ, ഭയങ്കര സന്തോഷം നൽകുന്ന മത്സരമാണ്. അപ്പോ നമുക്ക് നമ്മൾ ഇപ്പോ ഇറാനുമായിട്ട് ഇങ്ങനെ കളിച്ച്, അപ്പോ തജാക്കിസ്ഥാനായിട്ടൊക്കെ നമുക്ക് കളിക്കാൻ കഴിയും. നമുക്ക് വെറുതെ ഇങ്ങനെ ഡിഫെൻസ് ചെയ്ത് മാത്രം നിൽക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. തജാക്കിസ്ഥാനുമായിട്ടൊക്കെ നല്ല അറ്റാക്കിങ്ങിന് പോകാനുള്ള എന്താ പറയാ പ്ലേയേഴ്സ് ഉണ്ടോ സ്ക്വാഡിൽ എന്നുള്ളതിലൊരു സംശയമുണ്ട്. കാരണം ISL നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻസ് ഒക്കെ നമ്മളെല്ലാം യൂസ് ചെയ്തിട്ടുണ്ടോ എന്നതിൽ സംശയമുണ്ട്. ഇപ്പോൾ ഖാലിദണ്ണന്റെ ആദ്യത്തെ ടൂർണമെന്റ് ആണ്. ഖാലിദണ്ണൻ വഴിയെ എല്ലാം മേക്ക് ചെയ്തെടുക്കുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഖാലിദ് ജമീലിന്റെ കുറെ കേസുകൾ പറയുകയാണെങ്കിൽ പഴയ ഈ ഗോസ്റ്റി മാച്ചിങ് ലൈൻസിൽ നിൽക്കുന്ന പോലെ ഒന്നും ആയിരുന്നില്ല കേട്ടോ. പുള്ളി ഓരോ കാര്യങ്ങളും ഓരോന്നും പറയുന്നത് നമുക്ക് കേൾക്കാം. ക്രൗഡൊക്കെ ഭയങ്കര കുറവായതുകൊണ്ട് തന്നെ ആളവിടെ നിന്ന് ലൈനിൽ നിന്ന് പ്ലേയേഴ്സിനോട് പറയുന്നതൊക്കെ നമുക്ക് കേൾക്കാൻ കഴിയുമായിരുന്നു. എനിക്ക് ഒരു ബോക്സിന്റെ ഉള്ളിൽ ജിങ്കന്റെ അടുത്താണെന്ന് തോന്നുന്നു, ജിങ്കന്റെ അടുത്താണോ അൻവർ അലിയുടെ അടുത്താണോ പറയുന്നുണ്ട്, ബോളിന് ചേസ് ചെയ്യുമ്പോഴത്തേക്ക് ഫൗൾ ചെയ്യരുത് ഇങ്ങനെ പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഫൗൾ ചെയ്യരുത് അത്. അപ്പൊ അങ്ങനെ പറഞ്ഞു ഓരോ മൊമെന്റ്സിലും ഓരോ സമയത്തും ഖാലിദ് ഇങ്ങനെ പറഞ്ഞ് പ്ലേയേഴ്സിനെ കളിപ്പിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ പ്ലേയേഴ്സ് അതൊക്കെ അനുസരിക്കുന്നുണ്ടായിരുന്നു. എല്ലാം ഭയങ്കര രസമുണ്ടായിരുന്നു ഇന്നത്തെ കളി. ശരിക്കും പറഞ്ഞാൽ നമ്മള് ഫുട്ബോളിന്റെ ആ ഒരു ഭയങ്കര സൗന്ദര്യത്തിലോട്ട് വരിക എന്നുള്ളതല്ല,
പക്ഷെ ഡിഫൻസ് ചെയ്യേണ്ട രീതിക്ക് തന്നെ ഇന്ന് ഇന്ത്യയുടെ നാഷണൽ ടീം ഇന്ന് പെർഫോം ചെയ്തു. അവരിന്ന് ഡിഫൻസ് ചെയ്യേണ്ട രീതിക്ക് തന്നെ ഡിഫെൻഡ് ചെയ്തു. ഇറാനെതിരെ ഇങ്ങനെ തന്നെ കളിക്കണമായിരുന്നു. അത് പക്ക വെൽ പ്ലാൻഡ് ആയിട്ട് തന്നെ കളിച്ചു എന്നുള്ളതാണ്. അപ്പം കളി തന്നെ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. എല്ലാവരും സൂക്ഷിച്ചോളുക. അടുത്ത മത്സരം അഫ്ഗാനിസ്ഥാനായിട്ടാണ്. നമുക്ക് കാത്തിരിക്കാം. എന്തായാലും വെയിറ്റിംഗ് ആണ് കേട്ടോ. എന്തായാലും അത് വെയിറ്റിംഗ് ആണ്. അത് കാത്തിരിക്കാം. താങ്ക് യു.